അപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ തമ്മിൽ കണ്ട തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാനാണെങ്കിൽ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ പാച്ചും കാര്യങ്ങളാണ്. വെർഷൻ ഈ ഫുട്ബോളിൻ്റെ വെർഷൻ 4.0 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇറങ്ങിയൊരു UCLൻ്റെ യൂറോ 2024 പാച്ചും കാര്യങ്ങളുമാണ്. ഇതിൽ മെയിനായിട്ട് പറയാനുള്ള എല്ലാ യൂറോപ്യൻ ടീംസ്, അതായത് നാഷണൽ ടീമും മറ്റേ യൂറോപ്യൻ റയലും അങ്ങനത്തെ കുറേ ക്ലബ്സ് അവൈലബിൾ ആണ്. കുറേ ലീഗും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ പ്ലെയേഴ്സിൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇൻ്റർഫേസും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. കൂടുതലൊന്നും ഇല്ലാതെ ഈ പാച്ച് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ പാച്ച് എന്ന് വെച്ചാൽ ഈ പെസ് മുതലേ ഈ ഫുട്ബോൾ വരെയൊക്കെ ഉണ്ടാക്കിയ ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഗതിയാണ് പെസ്. ഗെയിമിന് പുറമെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ കുറേ ടീമിൻ്റെ അകത്ത് നമുക്കിവിടെ കുറച്ച് ടീമേ നമുക്ക് കിട്ടുകയുള്ളൂ. ബേസ് ടീം സെറ്റിങ്സിൽ പോയിട്ട് ഞാൻ കുറേ ടീംസിനെ കാണിച്ചു തരാം. യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗ് എടുക്കുകയാണെങ്കിൽ എല്ലാ ടീമിൻ്റെയും ആ ലോഗോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ വേറെ ലീഗ് എടുത്തുതരാം. ഏഷ്യയിൽ എടുക്കുകയാണെങ്കിൽ AFC ചാമ്പ്യൻസ് ലീഗ് 2 നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പാച്ച് എന്ന് പറയുന്നത് വേറെ ഒരാൾ ഇറക്കുന്നതാണ്. അപ്പോൾ അയാൾ ആഡ് ചെയ്യുന്ന ക്ലബിൻ്റെ ജേഴ്സിയും ക്ലബിൻ്റെ പുതിയ ലൈസൻസ് കിറ്റും ഒക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. എൻ്റെ ബേസ് കാർഡ് നോക്കുക. ഇവരൊക്കെ ബേസ് പ്ലെയേഴ്സാണ്. ഇവരൊക്കെ മുഖം മാറിയിട്ടുണ്ട്. ഇവരൊക്കെ മുഖം മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഡെമോ എന്ന രീതിയിൽ ഞാനിപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ സൈൻ ചെയ്യാം. മെസ്സിയെ സൈൻ ചെയ്തിട്ടൊന്നും പോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നോക്കുക സ്റ്റാൻഡേർഡ് പ്ലെയർ ടിക്കറ്റിലൊക്കെ റൊണാൾഡോൻ്റെ ഫോട്ടോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സൈൻ ചെയ്യാൻ പോകുന്നത് ക്രിസ്ത്യാനോയാണ്. ക്രിസ്ത്യാനോ CF കൊടുക്കാം. നമുക്ക് CF ആയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോനെയാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്രിസ്ത്യാനോ റൊണാൾഡോ നിങ്ങൾക്ക് നോക്കിയാൽ തിരിയും. അദ്ദേഹത്തിൻ്റെ മുഖവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. നമുക്ക് ക്രിസ്ത്യാനോൻ്റെ മുഖം നോക്കുക. മുടി ഹെഡ് മുടിയും പണ്ടത്തെ 2008 ക്രിസ്ത്യാനോ ആണെന്ന് തോന്നുന്നു. ആ ഒരു മുടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ അത് തന്നെയായിരിക്കും. ബട്ട് ഈ ഫേസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ഈ പാച്ച് കൊണ്ടുവന്ന ആൾ ഇറക്കിയിട്ടുള്ളത്. പാച്ച് കൊണ്ടുവന്ന ചാനലിൻ്റെ ഫുൾ ക്രെഡിറ്റും നമ്മൾ കൊടുക്കുന്നത് ആർക്കാണ്? നമ്മുടെ സ്വന്തം പെസ് മൊബൈൽ വൈറ്റി യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ പെസ് മൊബൈൽ വൈറ്റിയാണ് ഈ തരത്തിലുള്ളൊരു പാച്ച് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഇവൻറ്റും കാര്യങ്ങളൊന്നും മാറുകയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡെമോ എന്ന രീതിയിൽ ഒരു ക്വിക്ക് മാച്ച് എടുത്ത് കാണിച്ചു തരാം. ക്വിക്ക് മാച്ച് അല്ല, ഒരു എക്സിബിഷൻ മാച്ച് എടുത്ത് കാണിച്ചു തരാം. യൂറോപ്പിൽ എക്സിബിഷൻ കാര്യങ്ങളുമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എക്സിബിഷനിൽ നമ്മൾ യൂറോപ്പ് പോയിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി എടുത്തിട്ടുണ്ട്. യൂറോപ്പിൽ നമ്മൾ പോയിട്ട് നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടീമും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ടച്ച് ഫ്ലിക്കാണ്. അല്ല, ടച്ച് ഫ്ലിക്കല്ല, ഒറിജിനൽ പാടാണ്. അത് ഞാൻ പിന്നെ മാറ്റുന്നുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തിരിയും യൂറോൻ്റെ ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ കിറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. ജസ്റ്റ് ലാഗും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ നോക്കിയാൽ നമുക്ക് തിരിയും. UEFA TV എന്നൊക്കെ എഴുതിയത് നമുക്ക് കാണാം. അപ്പോൾ ഈ പാച്ച് യൂസ് ചെയ്യുന്നതിലൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ടച്ച് ഫ്ലിക്കാണ് കൊടുത്തത്, എനിക്കറിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. Thanks for watching.